ക്ലാസ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ മുതൽ ഇന്ത് നിർബന്ധിക്കാണ് ഇങ്ങോട്ടൊന്ന് വരാൻ. പിന്നെ സാവകാശം കിട്ടിയുള്ളൂ. എവിടെയാണ് ഇതിന്റെ ഹസ്? ഇവരൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പൊ വിളിക്കാം. അനി അനി, ഞാൻ പറയാറില്ല ഇന്ദു, ഇത് അവളുടെ ഹസ്ബൻഡ്. ഐ ആം അലക്സ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഐ ആം അനിരുദ്ധൻ. ഓ, ഐ ആം സോറി. ഞാൻ ചെടിക്ക് വളവിടുകയായിരുന്നു. കോഴിക്കാട്ടമാണ്. കോഴിക്കാട്ടൻ ചെടിക്ക് നല്ല അസല് വളവല്ലേ? എനിവേ, നൈസ് മീറ്റിംഗ്. ടേക്ക് യുവർ സീറ്റ്. ആ, എന്താ മാഷേ, കൂട്ടുകാരി ഹസ്ബൻഡ് വന്നിട്ട് നോക്കി നിൽക്കാണോ? ടകടകാതെ പോയി ചായ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കഴിയിട്ട് വരാം. നോ, ഡോണ്ട് ബോദർ. നോ ഫോർമാലിറ്റീസ് പ്ലീസ്. ജസ്റ്റ് ഒന്ന് ഡ്രോപ്പിൻ ചെയ്യുന്നേ ഉള്ളൂ. സാവകാശമായിട്ട് പിന്നീട് വരാം. അല്ലടിയെ? ആ, ബൈ ദ വേ, നാളെ വൈകിട്ട് വീട്ടിലൊരു പാർട്ടി ഉണ്ട്. അതിനെ ക്ഷണിക്കാൻ കൂടിയാണ് വന്നത്. ജസ്റ്റ് ഫോർ ക്ലോസ് ഫ്രണ്ട്സ്. രണ്ടുപേരും വരണം. അയ്യോ, നാളെ വൈകിട്ടോ? നാളെ ഞങ്ങൾക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. എനിവേ, ഐ ട്രൈ ടു കം. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എനിവേ, ട്രൈ ടു കം. ഓക്കെ, ബൈ. കോഫിയെങ്കിലും വരട്ടെ. ബൈ. അവരുടെ മുമ്പിൽ എന്തായിരുന്നു ഗമ? നമ്മളായിട്ട് എന്തിനടി കുറയ്ക്കുന്നേ? സ്റ്റാറ്റസ് ഉള്ള ആളുകളോട് പെരുമാറാൻ ഇനിയും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തറപ്പിച്ച് പറയാതെ മാഡം. അവരെക്കാൾ സ്റ്റാറ്റസ് ഉള്ള താങ്കളോട് സാമാന്യം ഭംഗിയായിട്ട് പെരുമാറുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താ, എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? ഒരു വേഷം കണ്ടില്ലേ? ശരി കുഞ്ഞുണ്ണൂലി, എനിക്ക് ഇതിനേക്കാൾ ഇറങ്ങുന്ന വേറെ വേഷമില്ല. മറ്റെന്ത് ഡ്രസ് ഇട്ടാലും ശരി, സത്യം പറഞ്ഞാൽ അത് ഊരി മാറ്റുന്നവരെ എനിക്കൊരു ശ്വാസം മുട്ടല. അവരോട് എന്തൊക്കെയാ പറഞ്ഞേ? കോഴിക്കാട്ടും പിന്നെ കോഴിക്കാട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്കെന്താ ഇത്ര പുഞ്ഞം? കോഴിക്കാട്ടത്തിന്റെയും എരുമച്ചാണകത്തിന്റെ ഇടയിൽ നല്ലേടി മോളെ നീ വളർന്നത്. ഓ, തുടങ്ങി എന്റെ വീട്ടുകാരെ പറയാൻ. ഉള്ളത് പറഞ്ഞ നീ അടുത്ത് വരുമ്പോ ഒരു ചൂരുണ്ട്. അത് കോഴിക്കാട്ടത്തിന്റേതാണോ എരുമച്ചാണകത്തിന്റേതാണോ എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള കോണ്ടാക്ട് എനിക്ക് ഈ പാർട്ടികളോടില്ല. ദേ, കളിയാക്കിയിട്ട് മതി കേട്ടോ. അല്ല സാറേ, നാളെ ഏതു കൊമ്പത്ത് അപ്പോയിന്റ്മെന്റ് ഉള്ളത്? എടി നീലിക്കുട്ടിയെ, മണ്ട ശിരോമനയുടെ തലയിലും മണിയേ, നിന്റെ ആ മാന്യ അതിഥികളോട് ഈ ഉള്ളവനൊരു ചിന്ന പൊയ് ചൊല്ലിയതല്ലേ? സന്ദർഭത്തിനനുസരിച്ച് സൗകര്യമായിട്ട് ചില്ലറ നുണകളൊക്കെ പറയേണ്ടി വരും. നിന്റെ ഭർത്താവും അല്പം ബിസിയാണ്, അയാൾക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെ ആ ശുംഭനൊന്ന് അറിയട്ടടി. ഓ, പിന്നെ വലിയൊരാള്. എഴുന്നില്ലേ, നിനക്ക് പോണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണ്. പോയി കളയാം. പക്ഷെ സംഗതി ഭയങ്കര ബോറായിരിക്കും. എന്നാലും നമ്മുടെ വാമഭാഗത്തിന്റെ പ്രത്യേക താല്പര്യത്തെ പരിഗണിച്ച് നോം സമ്മതിച്ചിരിക്കുന്നു. ഒരു കിസ് തരൂ. Hello. You're me. Thank you. That's right. This is my kind. Yes. Oh, very long. Oh, I'm sorry. I got വന്നിട്ടുണ്ട്. Come on. Have it, Annie. Shall I get you a soft drink? No. I'll get it. Yes. Looking very nice. No problem. Hello. Yes. We'll go. Very glad to meet you. How are you? Thank you. I'm De Silva. I'm Mrs. Anisha. Hello. I am A.K.S. Nair. Thanks. Excuse me. Just a minute, please. Sure. Hello. How are Hello. you? Thank you. That's the husband. Hi, Nilima. All right. No, come on. Let us proceed. I like more fish. Is it? Yeah. Oh, thanks. What is that, Chief? Smart. Oh, it's fun. Oh, what's wrong with you? Huh? Oh, go and enjoy the party. കുനിഞ്ഞുമുത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൂടെ ആയല്ലോ. ആരോടാടി നിന്റെ ഈ കോപവും കറുവും ഒക്കെ? എല്ലാം വരുത്തി വെച്ചിട്ട് മോങ്ങിയാ മതി. തൃപ്തി ആയല്ലോ. എടീ, ഹസ് ഹസ് എന്നും പറഞ്ഞ് പ്രദർശിപ്പിക്കാൻ ഞാൻ നിന്റെ കളിപ്പാവയൊന്നുമല്ല.
കുറെ സായിപ്പന്മാരും മദാമ്മമാരും. ഭർത്താവ് അവരോടൊപ്പം കുടിച്ചു കൂത്താടാത്തതിന്റെയും കമ്പനി സൈക്കിന് വേണ്ടി ഒരു സ്മാൾ അടിക്കാത്തതിന്റെ വിഷമല്ലേ നിനക്ക്? സ്വന്തം ഭാര്യ മറ്റൊരുത്തുമായിട്ട് ആടിക്കൊഴയുന്നത് കള്ളു വലിച്ചുകൊണ്ടിരുന്ന് ആസ്വദിക്കാൻ മാത്രമുള്ള സംസ്കാരം ഈ ഭർത്താവിനില്ല. കെട്ടിയവളുടെ കാര്യത്തിൽ ഈ കൺട്രി സ്വല്പം സ്വാർത്ഥനാണ്, നാരോ മൈൻഡഡ് ആണ്. അതിന് ഈ ഷപ്പന്മാർക്കല്ലേ സങ്കടം. പിന്നെ എന്റെ ഭാര്യയ്ക്ക് അതിൽ എന്തെങ്കിലും മുറുമുറുപ്പുണ്ടെങ്കിൽ നേരം വെളുക്കോളം ഇവിടെ കുത്തിരുന്ന് കരഞ്ഞോ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. പോകുന്നുണ്ടോ ഇവിടുന്ന്? ശ്ശോ. ഈ വിടാൻ നാണമില്ലല്ലോ. സുജേ, അയ്യോ സുജേ, എന്തോ സുജേ, ഇന്നലത്തെ ചൈനീസ് ഫുഡ് നിനക്ക് പിടിച്ചു കാണത്തില്ല. നീ കുറച്ചേരം കിടന്നോ, ഞാൻ ഡോക്ടറെ വിളിച്ചോട്ടെ. ഓരോരുത്തർക്ക് അസുഖം വന്ന സങ്കട ഇതിനു വേണ്ടില്ലയോ സന്തോഷം. മുത്തശ്ശിയുടെ പ്രാർത്ഥനയാ. എന്തോ ദഹനക്കേട് ഛർദിലോ? എനിക്കങ്ങ് ദഹനക്കേടില്ല. പിന്നെ ഒന്നും അറിയാത്ത പോലെ സുഖട്ട കളിയാക്കാതെ. റിയലി? അയ്യേ, എന്താ? അയ്യേ, ആളുകളുടെ മുഖത്ത് ഞാനിങ്ങനെ നോക്കും. നാണക്കേടായല്ലോ. ഇത്ര പെട്ടെന്ന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മളെ പോലെ അനി എന്നവരോട് ചോദിച്ചാ അങ്ങനെ ഇപ്പൊ ആരും ചോദിക്കണ്ട. വയറും വീർപ്പിച്ച് ഛർദി മെഴുകലുമായി. സുജയ്, നമുക്കിപ്പോ ഇത് വേണോടോ. നമുക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജോലി അടിച്ച് കുതിപോലി തീർന്നിട്ടില്ല. ഇപ്പോഴാവുമ്പോ വേണ്ടെന്ന് വെക്കാൻ എളുപ്പ. ആരും അറിയാണ്ട് നമുക്കിത്. സുഖേട്ട, ദൈവകോപം ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ. ഓരോരുത്തർ ഉരുളി കമ്മിറ്റിയും നേർച്ച നേർന്നുവാ. നമ്മുടെ ഫ്രീഡം പോടോ. അതുകൊണ്ടാ ഇത് കഴിച്ചുള്ള സ്വാതന്ത്ര്യം മതി. മുത്തശ്ശിയോടൊന്ന് വരാൻ പറയൂ. എനിക്കൊരു ധൈര്യമാവുമല്ലോ. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് റോസ് പൂത്തു കേട്ടോ. സ്റ്റൈലായിരുന്നു. മഴ പെയ്തപ്പോ നല്ല തണുപ്പ്. അല്ല, ആളുകൾ ചോദിക്കുന്നതെന്നറിയോ, സുഖമാണ് ആൺകുട്ടിയെന്നും എനിക്കെന്താ ചുണയില്ലാത്തതെന്നും. ആളുകൾക്ക് എന്താ അനുഭവിക്കാനുള്ളത്? നമ്മളല്ലേ. അനുഭവിക്കാനും വേണം ഒരു യോഗം. എടോ നീതി, അങ്ങനെ ഓരോരുത്തർ അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ താനും ഞാനും ഒക്കെ ഇങ്ങനെ അവതരിച്ചത്. ഈ സുഖേട്ടന്റെ കാര്യമേ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാണ്ട്
ആ, ജീവിതം തുടങ്ങി അവസാനം ചുടുങ്ങുന്നത് വരെ കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. പിന്നെ എപ്പോഴാണോ ജീവിക്കാൻ പറ്റുക? ആ, ഞങ്ങളിപ്പോ നിങ്ങളാരും പറഞ്ഞേ ഉള്ളൂ. പരദൂഷണമായിരിക്കും. ഹേയ് അല്ല, സുജയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ട് ഒഴിവായല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. വണ്ടി ഇരിച്ചു. എനിക്കാണെങ്കിൽ ഒരാഴ്ചത്തെ ടൂർ. മുത്തശ്ശിയെ തിങ്കളാഴ്ചയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞ അച്ഛന്റെ കത്ത്. അവിടെ അമ്പല കമ്മിറ്റിയുടെ തിരക്കാണത്രേ. പിന്നെ ഈ കണ്ടീഷനിൽ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നാത്തൂനും ഇവിടെ കിടന്ന് കടിപിടി പോയിട്ടെന്ന് കരുതി. അല്ലല്ലയോ, ഈ ചുമ്മാ നേരം വിളിപ്പിച്ചാ മതിയോ? ഞങ്ങളെ കണ്ടുപിടിച്ചേ വേണ്ടേ? അത് പിന്നെ വല്ല പ്ലാനിങ് ആണോ? ഏയ്, അതിപ്പോ ബോസ്ലോ എന്നോ വർക്ക് റൂളെന്നോ എന്ത് വരെ പറയാം. ഞാൻ കോപ്പി എടുക്കട്ടെ? എനിക്ക് വേണ്ട. സുജിക്കോ? അയ്യോ വേണ്ട, കാപ്പി കുടിച്ച അപ്പം മനമറിയും. എനിക്ക് പോകാൻ സമയമായി, ഞാൻ ഇറങ്ങുന്നു. അയ്യോ, ഇപ്പഴൊരു കാര്യം ഞാൻ ഓർത്ത്. സുജി വന്നേ. എന്താടാ ഞങ്ങളറിയാതെ ഒരു രഹസ്യം പറത്തില്ല. എന്താ ഇത്? ഒരു ഉമ്മ. അപ്പുറത്തെ ചേട്ടനുണ്ട്. നീ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഒരു ഭ്രാന്തായത്. ആ, ഒന്നുകൂടെ വീട്ടിൽ കാണു കുട്ടാ. എന്താ ഇവിടെ? അല്ല, ഞങ്ങളൊരു ഞാൻ ഇറങ്ങണേ. ഓക്കെ, ബൈ. പോന്നേ. ആഹാ, കരയാണോ? അയ്യോടാ, അവളുടെ ഒരു വിരഹ ദുഃഖം. അവൻ നാളെ കഴിഞ്ഞ് വരത്തില്ലയോ? പോകത്ത്. ന്യൂഡിൽസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? അയ്യോ, ഇത് അതല്ല. ഇതാണ് മോർണിംഗ് സിക്നസ്. ഇത് മനസ്സിലാവണേ മനുഷ്യരുടെ കൂട്ടത്തിൽ ജനിക്കണം. എങ്ങനെയുണ്ട് മോളെ? ദിവസം ഇങ്ങനത്തെ ഭക്ഷണമാണോ? അത് നിനക്കെന്റെ ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ? ചൈനീസ്, തന്തൂരി, ജപ്പാനീസ്, മലേഷ്യൻ, റഷ്യൻ എല്ലാം ഉണ്ട്. രുചിയറിഞ്ഞ് തിന്നാനുള്ള മലയാളി ശാപ്പാട് ഒഴികെ. നാളെ നമുക്ക് 2 പേർക്കും കൂടെ സംയുക്തമായിട്ട് ഈ കോട്ട തകർക്കണം. ശുദ്ധ മലയാളി പാചകത്തിന്റെ രുചി എന്താണെന്ന് ഇവിടെ ഒന്ന് അറിയിക്കണം. ഞാൻ സഹായിക്കണോ? വേണ്ട, തൊട്ട് അശുദ്ധമാക്കണ്ട. തിന്നാൻ നേരത്ത് വിളിച്ചേക്കാം, അപ്പൊ എഴുന്നള്ളിയാ മതി. കഞ്ഞിയും കപ്പയോ? ഇതാണോ ഇത്ര വലിയ കേമായിട്ട് 2 പേരും കൂടെ ഉണ്ടാക്കിയത്? എന്താ, പിടിച്ചില്ലേ? ഓ, പിടിച്ചു. ഞങ്ങൾ ഇത് വീട്ടില് കന്നുകാലികൾക്കാ കൊടുക്കാറ്. അത് നിങ്ങളുടെ വീട്ടിൽ മനുഷ്യരാരും ഇല്ലാത്തോണ്ട്. ചേട്ടാ, നീ മിണ്ടായിരേടി. ഇവരൊക്കെ തായപ്പിന്റെ നാട്ടിൽ നിന്ന് വന്നവരാ. അതുകൊണ്ട് ഇതൊന്നും അത്ര പിടിക്കൂല. ഞങ്ങളെ തനി കേരളീയരാണ് മാഷേ. എന്നിട്ടെന്താ, നീലിമയുടെ പങ്കുകൂടി അനിയേട്ടൻ തട്ടി. കക്ഷി പട്ടിണി. നീ നിന്റെ ഭക്ഷണ രീതി കൊണ്ട് എന്നെ ശിക്ഷിക്കുന്നതോ പോട്ട്. അവരോടും കൂടി വേണമായിരുന്നോടോ ഈ കൊടുംചതി. ഈ നീലിമയുടെ ചില വർത്തമാനം കേൾക്കുമ്പോ ദേഷ്യം വരും. പറയാ, നിങ്ങളുടെ അവിടെ കഞ്ഞിയൊക്കെ കന്നുകാലികൾക്കാ കൊടുക്കുകയെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഞാനും അനിയേട്ടനും അതുപോലെയാണെന്നല്ലേ? ഒരു കാര്യം പറയാം, അവളൊരു കഥയില്ലാത്ത വേണ. അന്തവും കുന്തവും ഇല്ലാണ്ട് വല്ലതൊക്കെ വിളിച്ചു പറയും. അതിന്റെ വിത്തുമണിയെ ചെകയാൻ നിന്നാലേ ഒറ്റ കിഴുക്ക് വെച്ചു തരും. നാത്തും പോലെ എടുക്കാനോടാ നീ? അയ്യോ, ഞാനൊന്നിനില്ലേ, പറഞ്ഞതിങ്ങെടുത്തു. എന്നാലും അടുത്തു വാടാ. ദേ, പഴയതുപോലെ കാളക്കുട്ടന്റെ ശൗര്യം കാണിച്ചാലേ ചോദിക്കാൻ ആളുണ്ട്. എവിടെ? ഇവിടെ. ഞാൻ നോക്കട്ടെ. സുഖേട്ട, എന്താ? ഞാനൊരു കാര്യം പറയട്ടെ? പറ. എനിക്ക് ഒന്നുമില്ല. പറയടാ. ഒന്നുമില്ല. പറയാം. എനിക്ക് ജിലേബി തിന്നണം. അയ്യോ, എന്താ സുഖേട്ട?
ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ ഇപ്പൊ വേണ്ട, നാളെ മതി. ഇപ്പൊ എവിടെ പോയി വാങ്ങാനേ ഈ പാതിരേക്ക്? എവിടുന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഇരിക്കാൻ. ആ. സുഖേട്ടൻ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ല ഇവിടെ. അയ്യോ, ഞാനത് മറന്നുപോയി. നീ വന്നേ. ഈ ഗർഭിണികളുടെ ഏതാഗ്രഹവും ഉടനെ സാധിച്ചു കൊടുക്കണമെന്നാ. എന്നാലും നിനക്ക് ജിലേബി ചോദിക്കാൻ കൊണ്ടൊരു സമയമേ. തൽക്കാലം ഞാൻ അതിന് പകരമായിട്ട് ഒരു ജിലേബി തരാം. അല്ലടി തന്നെ, ഇവിടെ എല്ലാവരും വെളിക്കിറങ്ങുന്നത് പാത്രത്തിലാണോ? എന്റെ നാരായണ, പട്ടാര മൂത്ത് കടക്കലും പെടുക്കലും എല്ലാം ഒരിടത്തായി. എന്താ മുത്തശ്ശി? അല്ലടി പെണ്ണെ, ഒന്ന് വിസ്തരിച്ച് മുങ്ങി കുളിക്കണമെങ്കിൽ ഇവിടെ ഒരു കുളമുണ്ടോ? വയസ്സുകാലത്ത് എന്റെ ഒരു തലയില്. ഇത് ടൗണല്ലേ മുത്തശ്ശി? അല്ല പെണ്ണെ, നീ എന്താ കുന്തിച്ചിരിക്കുന്നെ? ഇത് കടിഞ്ഞൂല. ശരീരങ്ങളൊക്കെ നല്ലപോലെ പണിയെടുത്തില്ലെങ്കിലേ പ്രസവം നടക്കൂല. എന്താ മുത്തശ്ശി പ്രസംഗിക്കുന്നത്? അല്ല മോനെ, ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മുത്തശ്ശി പറഞ്ഞ എണ്ണ, കുഴമ്പ് എല്ലാം ഉണ്ട്. മോനെ സുകുമാര, ഇവിടെ കടിഞ്ഞു കഞ്ഞിയും കൊണ്ട് കഴിഞ്ഞുകൂടാ. എനിക്ക് ഉറപ്പ് പോരെ. പേരടുക്കുമ്പോ ഞാൻ എവളെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ആവുമ്പം എനിക്കൊരു ധൈര്യം ആവുമല്ലോ. വലിയ അയിലത്താരെങ്കിലും കാണും. ശരി മുത്തശ്ശി. കണ്ടോ അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പം മോഹം അങ്ങ് മാറിയല്ലേ. സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങനെ. എവിടെ മൂത്തച്ഛനും അങ്ങനായിരുന്നു. സാരമില്ല മോനെ, പെറ്റ് 90 കഴിയുമ്പോ ഞാൻ അവളെ മോന്റെ കൂടെ പറഞ്ഞു വിടാം. പിന്നെ ഇവിടെ വരെ വന്നിട്ട് എനിക്ക് അനിമോന്റെ അടുത്തൊന്ന് പോണം. അവനെന്തോ വിചാരിക്കട്ടെ. ആ പെണ്ണിനെന്തു തോന്നും? അവക്കാണെങ്കിൽ എന്നോടൊരു പ്രത്യേകം. ശരി മുത്തശ്ശി, നമുക്ക് പോവാം. കൃഷ്ണൻകുട്ടി വരുന്നതിന് മുമ്പ് വേണം. മോളെ, കുഴമ്പ് തേച്ചു തരാം. വേഗം ലേഹ്യം